ഇന്ന് നമ്മൾ രുചികരമായിട്ടുള്ള മാഞ്ഞാലി ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടുള്ള ചിക്കനൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 750 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി നമ്മളിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങാ നീരിന് പകരം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊരു 1 അവർ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ചേർത്തിട്ടുണ്ട്. ഒരു തക്കോല ഉണ്ട്. പിന്നെ കുറച്ച് ജാതിപത്രിയും ഒരു 1/4 ടീസ്പൂണിൽ താഴെ പെരുംജീരകവും പിന്നെ നമ്മൾ 2 ഏലക്കയും കൂടി ചതച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു പച്ചമുളക് കീറിയതിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഞാൻ നീളത്തിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പൈനാപ്പിളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് വേവിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിനനുസരിച്ചിട്ടാണ് വെള്ളവും ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 3 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി അളന്നെടുക്കുന്ന അതേ കപ്പിൽ തന്നെ നമ്മൾ വെള്ളവും അളന്നെടുക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തത് വീഡിയോയിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് വേണം റൈസ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഈ റൈസ് നമ്മളൊരു 3-4 തവണ കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്നിട്ട് നമ്മളതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ റൈസ് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. റൈസൊക്കെ ഒരു 1/4 വേവ് ആകുമ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ആ ഒരു പാകത്തിനായി വരുന്നവരെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഈ റൈസൊക്കെ ഒരു 1/4 വേവായിട്ടുണ്ട്. പിന്നെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുമ്പോഴേക്കും ആ ഒരു ചൂടിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യമേ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 1/4 കപ്പോളം വെള്ളം നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2 സൈഡും നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലെ ആ ഒരു സ്റ്റോക്ക് വാട്ടറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനുള്ളിലെ സ്റ്റോക്ക് വാട്ടർ കോരി മാറ്റുകയാണ്. നമുക്ക് ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കുമ്പോൾ വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് കോരി മാറ്റി വെക്കണം. ഇതൊന്ന് കോരി മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഓയിലും കൂടി ഇതിനുള്ളിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനാണ്. അപ്പോൾ ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ സവോള ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന സവോളയാണ്. ഞാനിപ്പോൾ 3 സവോളയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി സവോളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവോളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തക്കാളി ചേർക്കുന്നതിന് മുമ്പേ സവോള വഴറ്റുമ്പോൾ കുറച്ചും കൂടി ടൈം ഒന്ന് വഴറ്റിയെടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഞാനിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നമ്മൾ ആദ്യമേ നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചിക്കൻ സ്റ്റോക്ക്, അതിൽ നിന്ന് കുറച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ സ്റ്റോക്കൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും മസാലയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഞാനിതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നു. ഇനി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കനും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 മിനിറ്റ് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ചിക്കൻ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് റൈസ് ഒന്ന് നോക്കാം. റൈസ് നമ്മളൊരു 1/4 വേവായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. റൈസ് നമ്മൾ ഒട്ടിപ്പിടിക്കുകയോ വെന്ത് കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാകത്തിന് തന്നെയാണ് വെന്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കാണിച്ചു തരാം. റൈസൊക്കെ നന്നായിട്ട് തന്നെയാണ് വെന്ത് വന്നിരിക്കുന്നത്. ഈ റൈസിൽ നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്യാരറ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. ഞാനിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റൈസിൻസും കാഷ്യൂനട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഞാൻ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മുടെ ചിക്കനും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് റൈസാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൈസും കൂടി നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ബൗളിലേക്ക് നമ്മൾ റൈസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുക. സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് വെച്ചിട്ട് ഈ ബൗൾ അതിനുള്ളിലേക്ക് ഒന്ന് കമത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റൈസ് സെർവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാഞ്ഞാലി ബിരിയാണിയിൽ നമ്മൾ ചിക്കനും റൈസും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാറില്ല. അപ്പോൾ ചിക്കൻ നമ്മൾ സെപ്പറേറ്റ് ആണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് ചിക്കനും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ സൈഡിലേക്ക് കുറച്ച് സാലഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാഞ്ഞാലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക്